Hello guys, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു ടിപ്പല്ല, പക്ഷേ എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബിൽ പുതുതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ, കൂടുതൽ ആളുകൾ ക്യാമറ ഒന്നും സ്വന്തമായിട്ടുണ്ടാവില്ല, പിന്നെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കുറേ വീഡിയോകൾ എന്ത് ചെയ്യും, കണ്ടന്റുകളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യും. ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ വീഡിയോകളൊന്നും കയറുന്നില്ല. നമ്മൾ കുറേ വീഡിയോകളൊക്കെ നമ്മുടെ സമയമില്ല, മറ്റു എന്തിനേലും ഉപയോഗിക്കുന്ന സമയമൊക്കെ കണ്ടെത്തി നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മളെ വീഡിയോ യൂട്യൂബിലൊന്നും വ്യൂ കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല ചാനലിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നിരാശരാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ചിലപ്പോൾ നമുക്ക് ക്യാമറ ഇല്ലാത്തതുകൊണ്ടോ, അത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഫേസ് വീഡിയോ ചെയ്യാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ വീഡിയോ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളാണ് സമയത്ത്, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളായിരിക്കാം. അപ്പോൾ നമുക്ക് അധ്യാപകർ ചിലപ്പോൾ അവർ സൗന്ദര്യമുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ സൗന്ദര്യമുള്ള അധ്യാപകരും ഇല്ലാത്തവരുണ്ടാവും. പക്ഷേ നമുക്ക് വിദ്യ പറഞ്ഞു തരുന്ന അധ്യാപകരെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? അവർ പറയുന്ന കാര്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, നമുക്കത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെയാണ് യൂട്യൂബിൽ ഒരു കണ്ടൻറ്റ് സെർച്ച് ചെയ്തിട്ട് കണ്ട ഒരു വ്യക്തി, ഒരു വ്യൂവർ എന്ത് ചെയ്യും, ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് നമ്മളെ വീഡിയോ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടും, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടും, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഒരു വലിയ ഫാക്ടറല്ല യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം. നമ്മളിടുന്ന വീഡിയോ കണ്ടൻറ്റാണ് വലിയ ഫാക്ടർ. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളിടുന്ന വീഡിയോ കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യും, അതേപോലെ തന്നെ അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ ക്വാളിറ്റി നോക്കണ്ട, നമ്മൾ നിരന്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നമ്മളെ കണ്ടൻറ്റ് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒന്നാണ് ഇൻസൾട്ട് ചെയ്യുക. പല ആളുകളും നമ്മളങ്ങനെ നിരാശപ്പെടുത്തും. ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, എൻ്റെ വീഡിയോ ഒന്നും ക്ലിക്ക് ആവില്ല, ആരും കാണൂല, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീട്ടിലെ ആൾക്കാരെ ചിലപ്പോൾ നമ്മളെ എന്ത് ചെയ്യും, നിരാശപ്പെടുത്തും. ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കും. കാരണം അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് വ്യൂ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരായിട്ട് ഫൈറ്റ് ചെയ്യണം. യൂട്യൂബിനായിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് അതിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. നമ്മൾ നേരെ മറിച്ച് നമ്മളൊരു 10-20 വീഡിയോ ഒക്കെ ചെയ്ത് വ്യൂ ഒന്നും കിട്ടുന്നില്ല, നമ്മൾ നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഫെയിലിയറായി പോകും. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വീഡിയോ ഒന്നും നമ്മൾ കയറുന്നൊന്നുമില്ല, വ്യൂ ഒന്നും കിട്ടുന്നില്ല, പക്ഷേ നമ്മളൊരു പ്രതീക്ഷയിൽ, നമ്മൾ എന്തെങ്കിലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ ചാനലിൽ വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യുക, ചാനൽ വീഡിയോകൾ നിരന്തരം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ ചാനലിലെത്തും, നമ്മളെ വീഡിയോ അവർ കാണും, നമ്മളെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ ചിലപ്പോൾ സമയം എടുത്തേക്കാം. ചില ചാനലുകൾ നമുക്ക് കാണാൻ സാധിക്കും, വളരെ സ്ലോലി പോണ പല ചാനലുകളും പെട്ടെന്ന് ക്ലിക്കാവും. യൂട്യൂബിൽ ചില സമയത്ത് ഒരു എന്താ പറയുക, ഭ്രാന്താവുക എന്നൊക്കെ പറയും. പെട്ടെന്ന് വീഡിയോ ആണ് ഹിറ്റാവുകയാണ്. ചില വീഡിയോകൾ നമ്മൾ 1-2 വീഡിയോ ഒക്കെ വൈറലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മറ്റ് വീഡിയോകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വൈറലായി മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക, വളരെ ക്ഷമയോടെ യൂട്യൂബിൽ വീഡിയോകൾ നിരന്തരം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. പല ആളുകളും നമ്മളെ കളിയാക്കും, വീഡിയോ നീ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ക്ലിക്കാവില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെടുത്തും. പക്ഷേ നമ്മളതിലൊന്നും തളർന്നു പോകാതെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സക്സസ് ആവും. അങ്ങനെ സക്സസ് ആവും ഗൈസ്. കാരണം ഞാൻ പല കാര്യങ്ങളിലും അങ്ങനെ ശ്രമിച്ച പല കാര്യങ്ങളും എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ 150K ഉള്ള ടിപ്പ് മാസ്റ്റർ എന്ന ചാനൽ എനിക്ക് മിസ്സായിരുന്നു. പക്ഷേ ഞാൻ നിരാശപ്പെട്ട് പിന്മാറുന്നില്ല. കാരണം ഞാൻ പുതിയൊരു ചാനൽ ടിപ്പ് മാസ്റ്റർ എന്ന പേരിൽ തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ താഴെ എൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഇനിയൊരു പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.